നമ്മുടെ ഈ നീലാകാശം നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അനന്തമായ ശൂന്യതയിൽ നമ്മൾ മാത്രമാണോ ഉള്ളതെന്ന്. കോടിക്കണക്കിന് ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും ശതകോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, അവയ്ക്കെല്ലാം ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ. ഇത്രയും വലിയൊരു സംവിധാനത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളതെന്ന് കരുതുന്നത് അല്പം വിരോധാഭാസമല്ലേ? ഇതാണ് വിഖ്യാത ഭൗതികശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമി ചോദിച്ചത്. ഇതിനെയാണ് ഫെർമി പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. എല്ലാവരും എവിടെയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പതിറ്റാണ്ടുകളായി നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നു, സന്ദേശങ്ങൾ അയക്കുന്നു, കാതോർക്കുന്നു. പക്ഷേ തിരികെ ലഭിക്കുന്നത് വലിയൊരു നിശബ്ദതയാണ്. എന്നാൽ 1977 ഓഗസ്റ്റ് 15 ആ നിശബ്ദത ഒരു നിമിഷത്തേക്ക് ഭേദിക്കപ്പെട്ടു. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പിൽ പതിഞ്ഞ ഒരു വിചിത്ര സിഗ്നൽ പ്രപഞ്ച ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ജെറി ഇഹ്മാൻ എന്ന ശാസ്ത്രജ്ഞൻ ആ കമ്പ്യൂട്ടർ പ്രിന്റൌട്ട് കണ്ട നിമിഷം മുതൽ ശാസ്ത്രലോകം രണ്ട് തട്ടിലായി. അത് അന്യഗ്രഹ ജീവികളുടേതാണോ അതോ വെറുമൊരു സാങ്കേതിക തകരാറോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൗ സിഗ്നലിന്റെ ആദിയോടന്തമുള്ള ചരിത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ശാസ്ത്രീയ സത്യങ്ങളുമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ ഒരു സിഗ്നലിന് പ്രാധാന്യം നൽകുന്നത്? പ്രപഞ്ചത്തിൽ നിന്ന് ദിവസവും ലക്ഷക്കണക്കിന് റേഡിയോ തരംഗങ്ങൾ ഭൂമിയിൽ എത്തുന്നുണ്ട്. സൂര്യനിൽ നിന്നും മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും തമോഗർത്തങ്ങളിൽ നിന്നും ഒക്കെ റേഡിയോ ശബ്ദങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അവയൊന്നും വൗ സിഗ്നൽ പോലെ ആയിരുന്നില്ല. വൗ സിഗ്നൽ വളരെ പ്രത്യേകതയുള്ള ഒന്നായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് നമ്മൾ റേഡിയോ ആസ്ട്രോണമി എന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഥ ശരിക്കും തുടങ്ങുന്നത് 1950കളിലാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോകം സാങ്കേതികമായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. റഡാർ സാങ്കേതികവിദ്യ വികസിച്ചതോടെ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം മനസ്സിലായി: കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന പ്രകാശത്തിന് അപ്പുറം പ്രപഞ്ചത്തിന് മറ്റൊരു മുഖമുണ്ട്. അതാണ് റേഡിയോ തരംഗങ്ങളുടെ ലോകം. നക്ഷത്രങ്ങൾ വെളിച്ചം മാത്രമല്ല, റേഡിയോ തരംഗങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട്. ജോൺ ക്രാസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഒഹായോയിൽ ബിഗ് ഇയർ ജെറ്റിനെ റേഡിയോ ടെലിസ്കോപ്പ് നിർമ്മിച്ചത്. ഇതിന് ആ പേര് വരാൻ കാരണം അതിന്റെ ആകൃതിയും പ്രവർത്തനരീതിയും തന്നെയായിരുന്നു. ഇതൊരു സാധാരണ ഡിഷ് പോലെയല്ലായിരുന്നു. ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള സ്ഥലത്ത് പരന്നുകിടക്കുന്ന ലോഹ ഷീറ്റുകൾ പാകി ഉണ്ടാക്കിയ ഒരു തരംഗ സ്വീകാരിയായിരുന്നു അത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആകാശത്തെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിച്ചുപിടിക്കാൻ കഴിയില്ല. പകരം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനനുസരിച്ച് ആകാശത്തെ ഓരോ ഭാഗങ്ങളെയായി സ്കാൻ ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. 1960കളിൽ ഫ്രാങ്ക് ഡ്രേക്ക് എന്ന ശാസ്ത്രജ്ഞൻ പ്രോജക്റ്റ് ഓസ്മ എന്ന പേരിൽ ഒരു പരീക്ഷണം നടത്തി. അന്യഗ്രഹ ജീവികൾ പുറപ്പെടുവിക്കുന്ന റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിനെയാണ് സെറ്റി അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. അക്കാലത്ത് ഇതൊരു ഭ്രാന്തൻ ചിന്തയായിട്ടാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ ബുദ്ധിയുള്ള ഒരു നാഗരികത ആശയവിനിമയത്തിന് റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കാൻ സാധ്യത എന്ന് അവർ കണ്ടെത്തി. കാരണം റേഡിയോ തരംഗങ്ങൾക്ക് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാനും ഗാലക്സിയിലെ പൊടിപടലങ്ങളെ ഭേദിച്ചു കടക്കാനും സാധിക്കും. ബിഗ് ഇയർ ടെലിസ്കോപ്പും ഈ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. വർഷങ്ങളോളം ഈ ടെലിസ്കോപ്പ് ഒന്നും കണ്ടെത്താതെ ആകാശത്തേക്ക് നോക്കി നിന്നു. പക്ഷേ 1977 ആ രാത്രി എല്ലാം മാറ്റിമറിച്ചു. 1977 ഓഗസ്റ്റ് 15. സമയം ഏകദേശം രാത്രി 11:16. ഒഹായോയിലെ ആകാശം ശാന്തമായിരുന്നു. ബിഗ് ഇയർ ടെലിസ്കോപ്പ് പതിവ് പോലെ ആകാശത്തെ സാജിറ്റേറിയസ് ദബ്ധവയെ നക്ഷത്രസമൂഹത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ലാബിൽ ആരും ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടറുകൾ തനിയെ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അക്കാലത്ത് കമ്പ്യൂട്ടറുകൾ ഇന്നത്തെ പോലെ ഗ്രാഫിക്സ് ഉള്ളവയല്ലായിരുന്നു. അവ വിവരങ്ങൾ അക്കങ്ങളായി പേപ്പറിൽ പ്രിന്റ് ചെയ്യും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വാനശാസ്ത്രജ്ഞനായ ജെറി ഇഹ്മാൻ ഈ പ്രിന്റൌട്ടുകൾ പരിശോധിക്കാൻ എത്തി. സാധാരണയായി പ്രപഞ്ചത്തിലെ നോയിസ് വരുന്നത് 1, 2, 3 എന്നിങ്ങനെയുള്ള ചെറിയ അക്കങ്ങളിലായാണ്. എന്നാൽ ഒരു പ്രത്യേക പേപ്പറിൽ അദ്ദേഹം കണ്ടത് അക്കങ്ങൾക്ക് പകരം അക്ഷരങ്ങളാണ്. വൗ സിഗ്നലിന്റെ തീവ്രത രേഖപ്പെടുത്തിയത് 6F5 എന്ന കോഡിലാണ്. ഈ കോഡിന് ഒരു വലിയ അർത്ഥമുണ്ട്. റേഡിയോ സിഗ്നലിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് കമ്പ്യൂട്ടർ 1 മുതൽ 9 വരെ അക്കങ്ങൾ നൽകും. അതിലും കൂടിയാൽ F മുതൽ T വരെയുള്ള അക്ഷരങ്ങൾ നൽകും. ഇതിൽ കെഴുത്ത് എന്നത് സിഗ്നൽ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് കാണിക്കുന്നു. ജെറി ഇഹ്മാൻ കണ്ട സിഗ്നൽ കൃത്യം 72 സെക്കൻഡ് നീണ്ടുനിന്നു. എന്തുകൊണ്ട് 72 സെക്കൻഡ്? ബിഗ് ഇയർ ടെലിസ്കോപ്പിന്റെ നിരീക്ഷണ പരിധിയിൽ ഒരു നക്ഷത്രം വരുന്നത് 72 സെക്കൻഡ് മാത്രമാണ്.
സിഗ്നൽ കൃത്യമായി ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്നത് പോലെ കൂടി വരികയും 36 സെക്കൻഡ്, പിന്നീട് കുറഞ്ഞു വരികയും 36 സെക്കൻഡ് ചെയ്തു. അതായത് ആ സിഗ്നൽ വന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്നല്ല, മറിച്ച് ആകാശത്തിലെ ഒരു നിശ്ചിത പോയിന്റിൽ നിന്നാണ്. ആവേശം അടക്കാനാവാതെ ജെറി ഇഹ്മാൻ ആ പേപ്പറിൽ ചുവന്ന മഷി കൊണ്ട് വട്ടമിട്ട് എഴുതി. അങ്ങനെയാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇത്രയധികം ആവേശഭരിതരായത്? അതിന്റെ പ്രധാന കാരണം ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയായിരുന്നു. വൗ സിഗ്നൽ വന്നത് 1420.405 മെഗാഹെർട്സ് എന്ന ഫ്രീക്വൻസിയിലാണ്. ഭൗതികശാസ്ത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രകൃതിദത്തമായ റേഡിയോ ഫ്രീക്വൻസി. ഇതിനെ 21 സെന്റിമീറ്റർ ലൈൻ എന്നും വിളിക്കാറുണ്ട്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള അന്യഗ്രഹ നാഗരികത നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ സാർവത്രികമായ ഭാഷ ഉപയോഗിക്കുമെന്ന് 1959 ഗ്യുസെപ്പെ കൊക്കോണി, ഫിലിപ്പ് മോറിസൺ എന്നീ ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരുന്നു. ഈ പ്രവചനത്തോട് 100% നീതി പുലർത്തുന്നതായിരുന്നു വൗ സിഗ്നൽ. അത് വന്നത് വെറുമൊരു ഫ്രീക്വൻസിയിലല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും ക്ലീൻ ആയ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഹൈഡ്രജൻ ഫ്രീക്വൻസിയിലാണ്. ഇതൊരു ഉപഗ്രഹത്തിൽ നിന്നുള്ളതാകാൻ സാധ്യതയില്ലെന്ന് അന്ന് തന്നെ ഉറപ്പിച്ചു. കാരണം റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ആവൃത്തിയിലുള്ള ഉപഗ്രഹങ്ങൾ ഒന്നും ആ സമയത്ത് ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. കൂടാതെ ഭൂമിയിൽ നിന്നുള്ള തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ തട്ടി തിരിച്ചു വന്നതാണോ എന്നും പരിശോധിച്ചു. പക്ഷേ അത്തരമൊരു പ്രതിഫലനം സംഭവിക്കാൻ വേണ്ട അത്രയും ശക്തി ആ സിഗ്നലിന് ഇല്ലായിരുന്നു. ആ സിഗ്നലിന്റെ തീവ്രതയും അത് വന്ന രീതിയും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഭൂമിക്ക് പുറത്തുള്ള ഒരു കൃത്രിമ സ്രോതസ്സിലേക്കാണ്. വൗ സിഗ്നലിന് ശേഷം കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനിടയിൽ നിരവധി ശാസ്ത്രജ്ഞർ ഇതിന് വിശദീകരണം നൽകാൻ ശ്രമിച്ചു. ചിലർ പറഞ്ഞു ഇതൊരു വാൽനക്ഷത്രത്തിന്റെ ശബ്ദമാകാം എന്ന്. 2017 അന്റോണിയോ പാരിസ് എന്ന ഗവേഷകൻ 266 എന്ന വാൽനക്ഷത്രമാണ് ഇതിന് കാരണമെന്ന് വാദിച്ചു. ഹൈഡ്രജൻ മേഘങ്ങളുള്ള വാൽനക്ഷത്രങ്ങൾ കടന്നുപോകുമ്പോൾ ഇത്തരം സിഗ്നൽ ഉണ്ടായേക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങളിൽ ഈ വാദങ്ങൾ പൊളിഞ്ഞു. കാരണം ആ വാൽനക്ഷത്രം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അത്രയും ശക്തമായ റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കാൻ വാൽനക്ഷത്രങ്ങൾക്ക് കഴിയില്ല എന്നും തെളിഞ്ഞു. മറ്റൊരു പ്രധാന ചോദ്യം എന്തുകൊണ്ട് ഈ സിഗ്നൽ പിന്നീട് ഒരിക്കലും കേട്ടില്ല എന്നതാണ്. ബിഗ് ഇയർ ടെലിസ്കോപ്പ് തന്നെ ആ ഭാഗത്തേക്ക് പിന്നീട് നൂറുകണക്കിന് തവണ നിരീക്ഷിച്ചു. VLA പോലുള്ള കൂടുതൽ കരുത്തുള്ള ടെലിസ്കോപ്പുകളും ഉപയോഗിച്ചു. പക്ഷേ അവിടെ പിന്നീട് നിശബ്ദത മാത്രമായിരുന്നു. ഇതൊരു മിന്നൽ സന്ദേശമായിരുന്നു. അതോ ഒരു വലിയ നാഗരികത നശിച്ചുപോയതിന്റെ അവസാന അടയാളമായിരുന്നു? നമ്മൾ സങ്കൽപ്പിക്കുന്നതിലും വലിയൊരു ദൂരത്തുനിന്നാണ് ഈ സിഗ്നൽ വന്നത്. ഏകദേശം 1800 പ്രകാശവർഷം അകലെയുള്ള സൂര്യനെപ്പോലെയുള്ള ഒരു നക്ഷത്രത്തെ ഈ സിഗ്നൽ വന്ന ദിശയിൽ വാനശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആ സന്ദേശം നമ്മളിലേക്ക് എത്താൻ 1800 വർഷങ്ങൾ എടുത്തു. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിൽ ആരോ അയച്ച സന്ദേശമാണ് നമ്മൾ 1977 കേട്ടത്. അങ്ങനെയെങ്കിൽ ആ സന്ദേശം അയച്ച നാഗരികത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാകുമോ? അതോ അവർ നമ്മളെക്കാൾ ഏറെ മുന്നിലായതുകൊണ്ട് റേഡിയോ തരംഗങ്ങൾക്ക് പകരം മറ്റെന്തെങ്കിലും സാങ്കേതികവിദ്യയാണോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? വൗ സിഗ്നൽ മനുഷ്യരാശിയെ സംബന്ധിച്ച് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അത് നമുക്ക് നൽകിയ ആവേശം ചെറുതല്ല. അതിനുശേഷം സെറ്റി പദ്ധതികൾക്ക് വലിയ ജനപ്രീതി ലഭിച്ചു. ആരെസിബോ DMJ ടെലിസ്കോപ്പ് വഴി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. വോയേജർ 3 പേടകങ്ങൾ ഭൂമിയുടെ വിവരങ്ങളുമായി പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഉറപ്പിക്കാൻ വൗ സിഗ്നൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഇന്ന് നമുക്ക് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. ഗ്രഹങ്ങളിലെ അന്തരീക്ഷം പരിശോധിച്ച് അവിടെ ജീവനുണ്ടോ എന്ന് കണ്ടെത്താൻ നമുക്ക് ഇന്ന് സാധിക്കും. എങ്കിലും 1977 ആ 72 സെക്കൻഡുകൾ ഇന്നും ഒരു സമസ്യയായി തുടരുന്നു. ജെറി ഇഹ്മാൻ ഇപ്പോൾ തന്റെ വിശ്രമജീവിതത്തിലാണ്. ഇന്നും ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കും, സാർ, എന്തായിരുന്നു ആ സിഗ്നൽ? അദ്ദേഹം പുഞ്ചിരിയോടെ പറയും, എനിക്കറിയില്ല, പക്ഷേ അത് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ളതാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. പ്രപഞ്ചം വലിയൊരു കടലാണ്. നമ്മൾ അതിന്റെ കരയിൽ ഇരുന്ന് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് വെള്ളം കോരി അതിൽ മീനുണ്ടോ എന്ന് നോക്കുന്നത് പോലെയാണ് നമ്മുടെ ഇന്നത്തെ ബഹിരാകാശ ഗവേഷണം. കോടിക്കണക്കിന് നക്ഷത്രസമൂഹങ്ങൾ ഇനിയും നമ്മൾ നോക്കാൻ ബാക്കിയുണ്ട്. ഒരുപക്ഷേ അടുത്ത വൗ സിഗ്നൽ നാളെ വന്നേക്കാം, അല്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം: പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നമ്മളെപ്പോലെ മറ്റൊരു വർഗം ജീവിക്കുന്നുണ്ടാകുമോ?
വൗ സിഗ്നൽ അവർ നമുക്ക് നൽകിയ ഒരു സന്ദേശമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ അജ്ഞാത ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നന്ദി.